ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ സന്തോഷവും ആശ്വാസവും ഒക്കെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും നമുക്കത് സാധിക്കുന്നില്ല. ഒരു പ്രശ്നം തീരുന്നതിന് മുമ്പേ മറ്റേത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആശ്വാസത്തിനായി പലരും പല വഴികളാണ് സ്വീകരിക്കുന്നത്. പക്ഷെ എല്ലാം നമ്മളെ ആശ്വാസത്തിൽ എത്തിക്കുന്നില്ല, പകരം പരാജയത്തിലേക്കും നാശത്തിലേക്കും ഒക്കെ കൊണ്ടുപോവുകയാണ്. എന്നാൽ യഥാർത്ഥ ആശ്വാസം യേശുവാണെന്നും അതെങ്ങനെ നമുക്ക് നേടിയെടുക്കാമെന്നുമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഭംഗിയായിട്ട് നടത്താൻ ഇന്ന് നമ്മൾ ഇവന്റ് മാനേജ്മെന്റുകളൊക്കെയാണ് ഏൽപ്പിക്കാറ്, അതും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ളവർ. എന്നാൽ ദൈവം തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് മനുഷ്യരുടെ മുമ്പിൽ നിസാരരും ബലഹീനരും അപരിഷ്കൃതരുമായിട്ടുള്ള മനുഷ്യരൊക്കെയാണ്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ വായിച്ചു കേട്ട യേശുവിന്റെ പ്രാർത്ഥന. ഈശോ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നുവെന്ന്. ഇവിടെ ഈശോ ഉദ്ദേശിക്കുന്ന ഈ ബുദ്ധിമാന്മാരും വിവേകികളും ലൗകിക വിജ്ഞാനത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയും അതിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ശിശുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന നിസാരരും എളിയവരുമായിട്ടുള്ള മനുഷ്യരെയും. ഈശോ ഇത് സംസാരിക്കുന്നത് യഹൂദ മത നേതാക്കളായിട്ടുള്ള നിയജ്ഞരോടും ഫരിസേയരോടുമൊക്കെയാണ്. കാരണം അവർ വിശ്വസിച്ചിരുന്നു രക്ഷ തങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ദൈവിക വെളിപാടുകളും ജ്ഞാനവുമൊക്കെ അറിയാൻ വരം ലഭിച്ചത് ഇവർക്കാണ്. ബാക്കി ജനങ്ങളൊക്കെ ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണ്. പക്ഷെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുകളൊക്കെ മനുഷ്യരിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ഈശോ തിരഞ്ഞെടുത്ത വിമോചകൻ വിക്കനായിട്ടുള്ള മോശയായിരുന്നു. ഇസ്രായേലിന്റെ രാജാവായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് ഒരു ഇടയ ചെറുക്കനായ ദാവീദിനെയും ബാലനായ ജെറമിയായെ തിരഞ്ഞെടുത്ത് ശക്തനാക്കുകയാണ് ദൈവം ചെയ്തത്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു തൻ്റെ ദൗത്യം ഈ ലോകത്തിൽ തുടർന്നുകൊണ്ട് പോകാനായിട്ട് അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുത്തത് തൻ്റെ ശിഷ്യഗണത്തിൽ നിന്ന് ഈ മുക്കുവരും ചുങ്കക്കാരും കൊള്ളക്കാരും ഒക്കെ ആയിട്ടുള്ള അപരിഷ്കൃതരായിട്ടുള്ള മനുഷ്യരെയാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുകളൊക്കെ ഇങ്ങനെ? അതിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ: ദൈവത്തിന്റെ ദൗത്യം ഈ ഭൂമിയിൽ അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റപ്പെടാനായി തെരഞ്ഞെടുക്കുന്നത് ഈ നിസാരരും ബലഹീനരായിട്ടുള്ള മനുഷ്യരെയാണ്. കാരണം അവരിലാണ് എളിമ നിറഞ്ഞിരിക്കുന്നത്. എളിമയുള്ളിടത്തെ ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കാനാവത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തൻ്റെ ബലഹീനതകൾ എടുത്തു മാറ്റാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനോട് പറഞ്ഞത്, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എന്നാണ്. സ്നേഹമുള്ളവരെ, മാമോദീസയിലൂടെ നമ്മൾ ഓരോരുത്തരും ദൈവിക വെളിപാടുകൾക്കും ദൈവത്തിൻ്റെ ദൗത്യം തുടർന്നുകൊണ്ട് പോകാനും വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ മേന്മകളോ കഴിവുകളോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് നമുക്ക് എളിമയുള്ളവരാകാം. അഹങ്കാരത്തിൻ്റെയും അഹന്തയുടെയും കൊടുമുടിയിൽ നിന്ന് താഴോട്ടിറങ്ങി എളിമയുടെയും വിനയത്തിൻ്റെയും മനുഷ്യരായിട്ട് തീരാം. ഇനി ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിസാരരും എളിമ നിറഞ്ഞവരുമായവരോട് ഈശോ പറയുന്നുണ്ട്: അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. യഥാർത്ഥ ആശ്വാസം ക്രിസ്തു തന്നെയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി പേര് പല വഴികളും സ്വീകരിച്ച് മനുഷ്യനിർമ്മിതമായ ആശ്രയ കേന്ദ്രങ്ങളെ സമീപിക്കുന്നുണ്ട്. പക്ഷേ ഫലം നിരാശയും പരാജയവും നാശവുമാണ്. യഥാർത്ഥ ആശ്രയം യേശു തന്നെയാണ്. ആ യേശുവിൽ ആശ്രയിക്കുന്നവർക്കൊക്കെ ആശ്വാസം ലഭിക്കും. പക്ഷെ എന്നാലും ഒരു പ്രശ്നമുണ്ട്. എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ധ്യാനകേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ച് അവിടെ നോമ്പ് നോറ്റ് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടുമൊക്കെ നമുക്ക് ആശ്വാസം ലഭിക്കുന്നില്ല, സമാധാനം ലഭിക്കുന്നില്ല. എന്താണ് കാരണം? യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്കൊക്കെ യേശു ആശ്വാസം നൽകും. പക്ഷേ നമ്മൾ ആ ആശ്വാസം കണ്ടെത്താനായിട്ട് യോഗ്യരാണോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് യേശു നൽകുന്ന ആശ്വാസം സ്വന്തമാക്കാനായിട്ട് നമ്മൾ യോഗ്യരാകേണ്ടത്? അതിനുള്ള വഴിയും ഈശോ പറയുന്നുണ്ട്: ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുകയും എൻ്റെ മുഖം വഹിക്കുകയും ചെയ്യുമെന്ന്. യേശുവിൻ്റെ ശാന്തശീലതയും എളിമയും നമ്മൾ സ്വായത്തമാക്കണം. പോരാ, യേശു നൽകുന്ന നുകം വഹിക്കാൻ നമ്മൾ തയ്യാറാകണം. എന്താണ് യേശു ഉദ്ദേശിക്കുന്ന നുകം? അത് നിയമത്തിൻ്റെ നുകമാണ്. യഹൂദ ജനതയ്ക്ക് യഹൂദ മതനേതാക്കന്മാർ ഒത്തിരി നിയമങ്ങളുടെ വലിയ ഭാരം ഏൽപ്പിച്ചിരുന്നു.
എന്നാൽ യേശു നൽകുന്ന നിയമത്തിൻ്റെ നുകം എന്ന് പറയുന്നത് വളരെ ഭാരം കുറഞ്ഞതാണ്. അത് സ്നേഹത്തിൻ്റെ നുകമാണ്. ഈ സ്നേഹത്തിൻ്റെ നുകം വഹിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കണം. ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത, ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തവരോട് നമ്മൾ നിരുപാധികം ക്ഷമിക്കണം. പകരം വീട്ടാനായിട്ട് സാഹചര്യങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും അതൊക്കെ മാറ്റിവെച്ച് വിനയത്തോടെയും എളിമയോടെയും സ്നേഹത്തോടെയും അവരോട് ഇടപഴകണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നുകം നമ്മൾ വഹിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട, അനേക കാലങ്ങളായി നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമാധാനവും ആശ്വാസവും ഒക്കെ തനിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വാശിയോടും വൈരാഗ്യത്തോടും കൂടെ ജീവിക്കുമ്പോഴല്ലല്ലോ, വിട്ടുകൊടുക്കുമ്പോഴും വിട്ടുവീഴ്ച മനോഭാവത്തോടെ ജീവിക്കുമ്പോഴല്ലേ നമ്മുടെ മനസ്സൊന്ന് ഫ്രീ ആകുന്നത്. ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോഴും സമാധാനം അനുഭവിക്കുകയല്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. പക്ഷേ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണല്ലോ പ്രധാനം. ഈ യഥാർത്ഥ ആശ്വാസം ക്രിസ്തുവാണ്. ആ ക്രിസ്തു നൽകുന്ന ആശ്വാസം സ്വീകരിക്കാൻ അവനെപ്പോലെ നമുക്ക് വിനയത്തിൻ്റെ മനുഷ്യരാകാം, എളിമയുടെ മനുഷ്യരാകാം. യേശു നൽകുന്ന സ്നേഹത്തിൻ്റെ നുകം വഹിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളുടെ ഹൃദയം നിന്റെ ഹൃദയം പോലെയാക്കി തീർക്കണമേ. ഈശോയുടെ കൃപ നമ്മളോടുകൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.